പുതിയ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് BMW. F450GS എന്ന പേരിൽ പുറത്തിറക്കാൻ പോകുന്ന ഈ ഒരു ബൈക്ക് ആദ്യമായി ESCMA 2025 പ്രദർശിപ്പിച്ചിരുന്നു. മോഡൽ 2026 ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് BMWന്റെ അറിയപ്പെടുന്ന GS ശ്രേണിയിൽ ചേരും. ഈ മോട്ടോർ സൈക്കിൾ TVS ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ദൈനംദിന ഉപയോഗത്തിന് നന്നായി പ്രവർത്തിക്കുന്ന എന്നാൽ ദീർഘദൂര യാത്രകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ബൈക്ക് ആഗ്രഹിക്കുന്ന റൈഡർമാരെയാണ് BMW പ്രധാനമായും ലക്ഷ്യമിടുന്നത്. BMWന്റെ പുതിയ ഈസി റൈഡ് ക്ലച്ച് സിസ്റ്റമാണ് ഇതിലെ ഒരു പ്രധാന അപ്ഡേറ്റ്. ഈ സവിശേഷത ഉപയോഗിച്ച് സാധാരണ റൈഡിംഗിൽ റൈഡർക്ക് ക്ലച്ച് ലിവർ ഉപയോഗിക്കേണ്ടതില്ല. ഹോണ്ടയുടെ ഈ ക്ലച്ച് പോലുള്ള സമാന സിസ്റ്റങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് ബൈക്ക് പരീക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. F450GS 4 വേരിയന്റുകളിൽ ലഭ്യമാണ്. ഇത് വാങ്ങുന്നവർക്ക് വ്യത്യസ്ത ഉപകരണ തിരഞ്ഞെടുപ്പുകൾ നൽകുകയും ചെയ്യുന്നു. നിർത്തലാക്കപ്പെട്ട G310GS പകരമായി BMWയുടെ അഡ്വഞ്ചർ നിരയിലെ പുതിയ എൻട്രി ലെവൽ ബൈക്കായിരിക്കും F450GS. പഴയ സിംഗിൾ സിലിണ്ടർ സജ്ജീകരണത്തിന് പകരം ഈ പുതിയ മോഡലിൽ 420cc ട്വിൻ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഇത് 8750 RPMൽ 48 bhp കരുത്തും 6750 RPMൽ 43 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. എഞ്ചിൻ 6 സ്പീഡ് ഗിയർ ബോക്സുമായാണ് ജോഡിയാക്കിയിരിക്കുന്നത്. ഈ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം ബൈക്കിന് ശക്തമായ സവിശേഷതകളുമുണ്ട്. 6.5 ഇഞ്ച് കളർ TFT ഡിസ്പ്ലേ, ഹീറ്റഡ് ഗ്രിപ്പുകൾ, ട്രാക്ഷൻ കൺട്രോൾ, 4 റൈഡിംഗ് മോഡുകൾ, സ്വിച്ചബിൾ ഡ്യുവൽ ചാനൽ ABS എന്നിവ ഇതിന് ലഭിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബേസിക്, എക്സ്ക്ലൂസീവ്, സ്പോർട്ട്, ട്രോഫി എന്നിവ ഉൾപ്പെടെ 4 വേരിയന്റുകൾ ആഗോളതലത്തിൽ നിലവിലുണ്ട്. ഇതിൽ BMW മോട്ടോറാഡ് ഇന്ത്യ ഏത് പതിപ്പുകൾ വാഗ്ദാനം ചെയ്യുമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഡിസംബർ 19, 20 തീയതികളിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ ബൈക്ക് വീക്ക് 2025 F450GS പുറത്തിറക്കുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. എന്നിരുന്നാലും 2026 തുടക്കത്തോടെ ഒരുപക്ഷെ ജനുവരിയോടെ ലോഞ്ച് ചെയ്യാനാണ് BMW ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ മോട്ടോർ സൈക്കിളിന് 4.50 ലക്ഷം രൂപ മുതൽ 5.50 ലക്ഷം രൂപ വരെ എക്സ്ഷോറൂം വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ KTM 390 അഡ്വഞ്ചർ, റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450, ഹോണ്ട NX 500 തുടങ്ങിയ മോഡലുകളുമായിട്ടായിരിക്കും ഇത് മത്സരിക്കുക.